ലോകകപ്പിന്റെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ആവേശം പകർന്ന ആദ്യ പ്രീ ക്വാർട്ടർ ടീം റെഡിയായി കഴിഞ്ഞു. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശഭരിതമായ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയെ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തി സഹ ആതിഥേയരായ കാനഡ ചരിത്രത്തിലാദ്യമായി റൗണ്ട് ഓഫ് 16 പ്രവേശിച്ചു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് സ്റ്റീഫൻ യുസ്റ്റാക്കിയോ കാനഡയുടെ രക്ഷകനായത്. ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് കളിക്കുന്ന രണ്ടു ടീമുകൾ നേർക്കുനേർ വന്നപ്പോൾ കാനഡയാണ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത്. ആകെ 12 ഗോൾ ശ്രമങ്ങളാണ് കാനഡ നടത്തിയത്. ഇതിൽ 7 എണ്ണവും ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു. എന്നാൽ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ റോൺവൻ വില്യംസ് 5 തകർപ്പൻ സേവുകളുമായി കാനഡയ്ക്ക് മുന്നിൽ വൻമതിലായി നിന്നു. വില്യംസിൻ്റെ മികച്ച പ്രകടനമാണ് കളി 90 മിനിറ്റോളം ഗോൾ രഹിതമായി നിലനിർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ 92-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ഗോൾ പിറന്നു. കനേഡിയൻ മുന്നേറ്റത്തിനൊടുവിൽ ബോക്സിനുള്ളിൽ വെച്ച് പന്ത് ലഭിച്ച സ്റ്റീഫൻ യുസ്റ്റാക്കിയോ റോൺവൻ വില്യംസിൻ്റെ വലതുമൂലയിലേക്ക് കൃത്യമായി പന്ത് വായിച്ചു. കനത്ത പ്രതിരോധം തീർത്ത സൗത്ത് ആഫ്രിക്കയെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് പന്ത് വലയിൽ കയറിയതോടെ സ്റ്റേഡിയം ഒന്നടങ്കം ഇളകി മറഞ്ഞു. ഈ ഒറ്റ ഗോളോടെ കാനഡ അടുത്ത റൗണ്ടിലേക്ക് മാർച്ച് ചെയ്തു. റൗണ്ട് ഓഫ് 32 കടമ്പ കടന്ന കാനഡയ്ക്കിന് പ്രീ ക്വാർട്ടറിൽ കനത്ത പരീക്ഷണമാണ് കാത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെയാണ് കാനഡ റൗണ്ട് ഓഫ് 16 നേരിടുക. സ്വന്തം നാട്ടിലെ ആരാധകരുടെ പിന്തുണയോടെ കാനഡയുടെ ഈ അത്ഭുത കുതിപ്പ് എവിടെ വരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.